എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ 5ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരം ഉണ്ടാവും. അപ്പോൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തായാലും ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ 4-5 ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് അവർ കൺട്രി ഇന്ത്യ എ പാർട്ട് ഓഫ്? അപ്പോൾ ഏത് കോണ്ടിനെൻറ്റിലാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് നമുക്കെല്ലാം അറിയാം, ഏഷ്യ എന്ന കോണ്ടിനെൻറ്റ് ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത: മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. വിച്ച് കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്? ഇപ്പോൾ ഒരുപാട് കോണ്ടിനെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ, ജസ്റ്റ് പഠിച്ചതാണ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റ്സ് ഭൂഖണ്ഡങ്ങളൊക്കെ സറൗണ്ടഡ് ചെയ്ത് ചുറ്റി വളഞ്ഞിരിക്കുന്നത് എന്താണ്? സമുദ്രങ്ങളിലാണ്. സമുദ്രങ്ങൾ ചുറ്റി ഇതാണ് കുറേ അധികം കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ അതിൽ 2 ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട 2 കോണ്ടിനെൻറ്റ്സിൻ്റെ പേര് എഴുതാനാണ് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും. ഇനി നമുക്ക് ഓരോ കോണ്ടിനെൻറ്റിനെ പറ്റിയിട്ട് ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യന് ഒരു ഫീച്ചേഴ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ ഏഷ്യ കോണ്ടിനെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഏഷ്യ കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റാണ്. ഏറ്റവും വലിപ്പം കൂടിയ ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻറ്റുമാണ്. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഭൂഖണ്ഡ കോണ്ടിനെൻറ്റ് എന്ന് ചോദിച്ചാലും ഏഷ്യയാണ്. പിന്നെ നമുക്കറിയാം ഹൈയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു ഭൂഖണ്ഡത്തിലാണ്. ലൊക്കേഷൻ നോർത്ത് ടു അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അവർ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. ദ ഏരിയ വിച്ച് ഗെറ്റ്സ് ദ ഹയസ്റ്റ് റെയിൻഫോൾ, ദ ഏരിയ വിത്ത് ദ ലീസ്റ്റ് റെയിൻഫോൾ ആൻഡ് ഐസ് കവേർഡ് പാർട്ട് ത്രൂ ഔട്ട് ദ ഇയർ ആർ ഫൗണ്ട് ഹിയർ. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ഒക്കെ എവിടെയാണ്? അത് നമ്മുടെ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിനെ കുറിച്ച് ഒരു 3 പോയിൻ്റ് അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം. ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്, മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻ്റ് ആണ്, ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് എവറസ്റ്റ് സിറ്റുവേറ്റഡ് ഈ കോണ്ടിനെൻറ്റിലാണ്. ഇനി നമുക്ക് ആഫ്രിക്കനെ കുറിച്ച് നോക്കാം. സെക്കൻഡ് പൊസിഷൻ ഇൻ സൈസ്, വലിപ്പത്തിൽ 2ാമതാണ്. ലൊക്കേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ്റെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഇടയിലാണ്. സെക്കൻഡ് പൊസിഷൻ ഇൻ പോപ്പുലേഷനിലും എന്താണ്? സെക്കൻഡ് പൊസിഷനാണ്. കൾട്ടിവേഷൻ ഈസ് ലെസ്റ്റ്, മോസ്റ്റ് പാർട്ട് ഓഫ് ദ കോണ്ടിനെൻ്റ് ആർ ഡെസേർട്ട്. അപ്പോൾ ഇവിടെ കൃഷിയൊക്കെ കുറവാണ്. കാരണം എന്താണ്? കോണ്ടിനെൻറ്റ്സ് ഒക്കെ മരുഭൂമികളാണ്. കുറേ സ്ഥലങ്ങളൊക്കെ എന്താണ്? കോണ്ടിനെൻറ്റ്സിൽ ഡെസേർട്ടുകളാണ്, മരുഭൂമികളാണ്. ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് സഹാറ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ദ ലോങ്ങസ്റ്റ് റിവർ നൈൽ ഈസ് ഇൻ ആഫ്രിക്ക. അതേപോലെ തന്നെ നീളം കൂടിയ നദിയായിട്ടുള്ള നൈലും എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഇത്രയൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് 2 പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. ഇനി നോർത്ത് അമേരിക്ക കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ലൊക്കേഷൻ ബിറ്റ്വീൻ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക്, 3rd പൊസിഷൻ ഇൻ സൈസ്. ഓക്കെ, ഇനി സൗത്ത് അമേരിക്കയെ കുറിച്ച് പറയാം. ബിറ്റ്വീൻ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക്, 4th പൊസിഷൻ ഇൻ സൈസ്. ഹയസ്റ്റ് പീക്ക് ഹക്കനോക്ക മൗണ്ട്, അതൊക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ആമസോൺ ഇവിടെയാണുള്ളത്. ഓക്കെ, മെയിൻ ഓക്യുപ്പേഷൻ കാറ്ററിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ടുള്ള 2 പോയിൻറ്റ്സ് വീതം നിങ്ങൾ ഓർത്ത് വെക്കുക. പ്ലാന്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദ സൺ. ദ കനോട്ട് എമിറ്റ് ഹീറ്റ് ഓർ ലൈറ്റ് themselves. Planets get their heat and light from the sun. Given below is an identity card consisting the features of Venus. Prepare a similar identity card of Earth. ഇപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്ലാനറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദ സൺ. അപ്പോൾ പ്ലാനറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെലസ്റ്റിയൽ ബോഡീസ് ആണ്. അത് റൊട്ടേറ്റ് ദംസെൽസ്, അവർ സ്വയം അങ്ങനെ കറങ്ങുകയാണ്. റിവോൾവ് അറൗണ്ട് ദ സൺ, പക്ഷേ സൂര്യനെയും ചുറ്റിക്കൊണ്ട് സ്വയം കറങ്ങുകയും അതോടൊപ്പം തന്നെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് എന്താ?
ദേ കനോട്ട് എമിറ്റ് ഹീറ്റ് ഓർ ലൈറ്റ് ബൈ ദംസെൽസ്. അവർക്ക് അങ്ങോട്ട് ഹീറ്റോ അല്ലെങ്കിൽ ലൈറ്റോ എമിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സണ്ണിന് കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാനറ്റ്സ് ഗെറ്റ് ദ ഹീറ്റ് ലൈറ്റ് ഫ്രം ദ സൺ. അപ്പോൾ ഈ പ്ലാനറ്റ്സിന് അവർക്ക് ഹീറ്റും ലൈറ്റും ഒക്കെ കിട്ടുന്ന എവിടെയാണ്? സൺസിനാണ്. അപ്പോൾ ഇവിടെ വീനസിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഏർത്തിൻ്റെത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ വീനസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ്, അതേപോലെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. ക്യാൻ ബി സീ ഇൻ ദ സ്കീ ജസ്റ്റ് ബിഫോർ സൺറൈസ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ സൺസെറ്റ്. വീനസ് റൊട്ടേറ്റ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ 2 ഫീച്ചേഴ്സ് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റും ഹോട്ടസ്റ്റ് പ്ലാനറ്റും നമുക്ക് വീനസിനെ കുറിച്ച് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ എർത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഓൺലി പ്ലാനറ്റ് വിച്ച് ഇൻ ലൈഫ് എക്സിസ്റ്റ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഒരൊറ്റ പ്ലാനറ്റോ ഉള്ളൂ, പ്ലാനറ്റിൽ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഓൺലി സാറ്റലൈറ്റ്, മൂൺ എന്ന് പറഞ്ഞ ഒരൊറ്റ സാറ്റലൈറ്റ് ഏർത്തിനുള്ളൂ. ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയും, നീലഗ്രഹം, അല്ലെങ്കിൽ വാട്ടറി പ്ലാനറ്റ്, ജലഗ്രഹം എന്നൊക്കെ നമ്മളെ ഏർത്തിനെ പറയുന്നുണ്ട്. ഇനി ജൂപ്പിറ്ററിനെ കുറിച്ച് നമുക്ക് പറയാം. ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. അതായത് ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? ലാർജസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്ററാണ്. മോർ ദാൻ 60 സാറ്റലൈറ്റ്, 60 സാറ്റലൈറ്റിൽ കൂടുതലുണ്ട്. ടെക്സ് 12 ഇയേഴ്സ് ടു കംപ്ലീറ്റ് ഇൻ റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ എത്ര ഇയേഴ്സ് ഉണ്ട്? 12 ഇയേഴ്സ് ആണ്. നമ്മുടെ ഭൂമിക്ക് എത്രയുള്ളത്? ഭൂമിക്ക് ഒരു വർഷമാണല്ലോ, 365 ഡേയ്സ് ആണ് അത്. പക്ഷേ 12 ഇയേഴ്സാണ് റെവല്യൂഷന് ജൂപ്പിറ്ററിനുള്ളത്. അത്രയും ഓർത്ത് വെക്കുക. ഇനി അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ്, വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ? വാട്ട് ഈസ് ദ റോൾ ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്? അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജീവൻ നമ്മൾ പറഞ്ഞല്ലോ ഭൂമിയിലാണ് ജീവൻ ഉള്ളതെന്ന്. അതിൽ നിലനിൽക്കുന്നതിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് എന്തെങ്കിലും പാർട്ടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈസ് എ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത്. ഒരു ബ്ലാങ്കറ്റ് ആണെന്നല്ലേ പറഞ്ഞാൽ, എർത്തിനെ കവർ ചെയ്യുന്ന ഒരു എയറിൻ്റെ ബ്ലാങ്കറ്റാണ്, വായു കൊണ്ടുള്ളൊരു ബ്ലാങ്കറ്റാണ് എന്നാണ് നമ്മൾ ഒറ്റ നോട്ടത്തെ അറ്റ്മോസ്ഫിയറിനെ പറയുന്നത്. ഇസ് എ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ട്? അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് ഉണ്ട്, അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുണ്ട്, വാട്ടറുണ്ട്. The atmosphere plays a crucial role in sustaining life on the earth by regulating heat and cold. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിന് നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ ഒരുപാട് വലിയ പങ്കുണ്ട്. കാരണം എന്താണ്? ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ്. ചൂടിനെയും തണുപ്പിനെയും നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന ആരാണ്? അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള റോളാണ്. ഈ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരുപാട് ചൂടുണ്ടാവും, ഒരുപാട് തണുപ്പുണ്ടാവും, അങ്ങനെ ഉണ്ടാവും അല്ലേ. ദ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ ദ എർത്ത് ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ്. ദ ഫീച്ചർ ദാറ്റ് ഡിസ്റ്റിങ്ക്വിഷ് ദ എർത്ത് ഫ്രം അതർ പ്ലാനറ്റ്സ് ഈസ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ മറ്റുള്ള പ്ലാനറ്റ്സിൽ നിന്നും ഭൂമിയെ വേർതിരിച്ച് നിർത്തുന്ന എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ്. വേറൊന്നിനും അറ്റ്മോസ്ഫിയർ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ 2 പിക്ചേഴ്സ് തന്ന് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? റൊട്ടേഷനാണ്. ഇതെന്താണ്? റെവല്യൂഷനുമാണ്. അതായത് എർത്ത് സ്പിൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. എർത്ത് അതിൻ്റെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ തിരിയുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുക. റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുക. അപ്പം ബേസ്ഡ് ഓൺ ദ 2 മൂവ്മെൻറ്റ്സ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ കംപ്ലീറ്റ് ദ ടേബിൾ ഓൾസോ യൂസ് ഇൻഫോർമേഷൻ ഗിവൻ ബിലോ. അപ്പോൾ റൊട്ടേഷൻ ഇവിടെ എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് റൊട്ടേഷൻ നൈറ്റ് ആൻഡ് ഡേ ഹാപ്പൻഡ് ഓൺ എർത്ത്. അപ്പോൾ റൊട്ടേഷൻ കാരണമാണ് ഇവിടെ പകലും രാത്രിയൊക്കെ ദിവസങ്ങൾ ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ആക്സിസ്. അതേപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ചെയ്യുന്നത് എന്താണ്? റൊട്ടേഷൻ കാരണമാണ്. നെക്സ്റ്റ് എന്താണ്? റെവല്യൂഷനാണ്. റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ്. ദിസ് ഈസ് റെവല്യൂഷൻ. അതായത് എർത്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഇതിലൂടെ ഒന്നല്ല, ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെയാണ്, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വഴിയിലൂടെ മാത്രമേ ഉള്ളൂ. ആ ഫിക്സഡിൽ നിന്ന് നേരെ അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. അങ്ങനെ അതായത് ആ ഫിക്സഡ് ഓർബിറ്റിലൂടെ ഇങ്ങനെ സണ്ണിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. The earth moves around the sun on a fixed orbit, that is revolution. Seasons are experienced as a result of the revolution of the earth. അപ്പോൾ ഈ എർത്തിൻ്റെ റെവല്യൂഷൻ കൊണ്ടാണ് സീസൺസ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ റൊട്ടേഷനും റെവല്യൂഷനും മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു ചോദ്യം വരാതിരിക്കില്ല. ഇനി അടുത്ത് നോക്കൂ, ഈ ഒരു പിക്ചേഴ്സ് നിങ്ങൾ നോക്കണേ.
ഇവിടെ എന്താണ് പോളാർ ബെയർ ഉണ്ട്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കേഴ്സ് ഓൺ ദ എർത്ത് ഡ്യൂ ടു ക്ലൈമറ്റ് ആർ ഗിവൺ ദ പിക്ചേഴ്സ്. വാട്ട് ആർ ദ സൈഡ് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ്സ്. ഇവിടെ നോക്കൂ, ഇവിടെ മരുഭൂമിയിൽ ഇങ്ങനെ വിണ്ട് നീറിക്കിടക്കുന്ന വെള്ളമില്ലായിട്ട് ഇവിടെ എന്താണ് ചുഴലി ആണ്. ഇതെന്താണ് വെള്ളപ്പൊക്കം. അങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റീസ് ആണ്, പ്രകൃതി ദുരന്തങ്ങളുടെ ചിത്രങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ സൈഡ് എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അടുത്ത ഫസ്റ്റ് നമ്മൾ മെൽറ്റിംഗ് ഓഫ് ഐസ് ഉരുകയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്താ? പിന്നെ അടുത്തത് ഡ്രോട്ട് വരൾച്ചയാണ്. രണ്ടാമത്തത് സൈക്ലോണാണ്. നാലാമത്തത് നമ്മൾ കണ്ട ഫ്ലഡാണ്. ഇതൊക്കെയാണ് നാച്ചുറൽ കലാമിറ്റീസ്. നമ്മൾ ഈ പിക്ചറിൽ കണ്ട നാച്ചുറൽ കലാമിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെൽറ്റിംഗ് ഐസ്, ഡ്രോട്ട്, സൈക്ലോണ്, ഫ്ലഡ്. ഇനി എന്താണ് വാട്ട് ആർ ദ സൈഡ് എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്താണെന്ന്, അനന്തരഫലം എന്താണ്? ഗ്ലോബൽ ടെമ്പറേച്ചർ ഈസ് റൈസിങ്. ടെമ്പറേച്ചർ ചൂട് കൂടി വരികയാണല്ലേ. റൈസിങ് സീ ലെവൽസ് ആൻഡ് സുനാമി ഡിസാസ്റ്റേഴ്സ്. അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ നിരപ്പ് ഉയർന്നു വരികയാണ്. അങ്ങനെ സുനാമി പോലത്തെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നു. ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നുണ്ട്. നോട്ട് സീസണൽ ആൻഡ് ഫ്ലക്ച്വേഷൻ റെയിൻഫാൾ. ഇപ്പോൾ നമ്മളിപ്പം തന്നെ മഴയൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നുമല്ല വരുന്നതല്ലേ. സീസണൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഡ്രോട്ട്സ്, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് പറയുക. അറ്റ്ലീസ്റ്റ് 3 പോയിൻ്റെങ്കിലും പഠിച്ചിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എക്കണോമിക്കായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എക്കണോമിക് സെക്യൂരിറ്റി ഈസ് ഇന്നെവിറ്റബിൾ ഫോർ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഫാമിലി ലൈഫ്. അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം നമ്മുടെ കുടുംബ ജീവിതത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ദ സോഴ്സ് ഓഫ് ഇൻകം? എന്താണ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം? എന്താണ് പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Welfare pensions are security schemes aimed at providing financial assistance to people who are socially backward. What is meant by welfare pension? Who are the beneficiaries of welfare pension? Name the rehabilitation scheme implemented by the government of Kerala for the differently abled job seekers. അപ്പോൾ നമ്മുടെ വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെൽഫെയർ പെൻഷൻ്റെ ബെനഫിഷ്യറീസ്, അതിൻ്റെ ഉപകാരം കിട്ടുന്ന ആരൊക്കെയാണ്? പിന്നെ നമ്മുടെ ഇവിടെ ഇതിൽ 4 സ്കീംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് തൊഴിൽ നേടുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? വിദ്യാവാഹിനി, കൈവല്യ, പ്രതിഭാതീരം, ജനനി, ജമരക്ഷ. അപ്പോൾ അതെന്താണ്? കൈവല്യാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽഫെയർ പെൻഷൻസ് ആർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് aimed at providing financial assistance to people who are socially and economically backward as well as vulnerable groups. അപ്പോൾ വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ബാക്ക്വേർഡിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻറ്റ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. അപ്പോൾ ഇതിൻ്റെ ചീഫ് ബെനഫിഷ്യറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്? സീനിയർ സിറ്റിസൻസ്, മുതിർന്ന പൗരന്മാർ, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, വികലാംഗർ, വിഡോസ്, വിധവകൾ, അൺമാരീഡ് വിമൺ, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, അബോവ് 50 years ഓഫ് ഏജ്, ഫാമേഴ്സ്. ഇവയൊക്കെയാണ് ഈ പെൻഷൻ്റെയൊക്കെ ബെനഫിഷ്യറീസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംതിങ് ദാറ്റ് പ്രൊവൈഡ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് പ്രൊവൈഡ് എ റെഗുലർ സപ്ലൈ ഓഫ് മണി ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ സംതിങ് ദാറ്റ് പ്രൊവൈഡ് എ റെഗുലർ സപ്ലൈ ഓഫ് മണി ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. അതായത് നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു പൈസ നമുക്ക് ഇൻകം കിട്ടുക വെച്ചാൽ അതിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന. ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് പൈസ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകത്തിന് പിന്നെ ഇങ്ങനെ പദസൂര്യൻ പോലെ വരാം. ഇവിടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് തരും, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഒന്നിൽ എംപ്ലോയ്മെൻറ്റ് എഴുതാം, രണ്ടാമത്തേൽ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാം, മൂന്നാമത്തേൽ ബിസിനസ് എഴുതാം. അഗ്രികൾച്ചർ, സർവീസ് ആൻഡ് ഇൻഡസ്ട്രി ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സ്ട്രഗിൾസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള ടു പുട്ട് ആൻ എൻഡ് ടു ഡിസ്ക്രിമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ കൺസംഷൻ ഫുഡ് എസെൻഷ്യൽ ഫോർ സസ്റ്റൈനിങ് വെരി ലൈഫ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലോ പണ്ട് കുറേ ഡിസ്ക്രിമിനേഷൻ നടന്നിരുന്നു, വേർതിരിവ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മേൽമുണ്ട് അജിറ്റേഷനൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ക്ലോത്ത് അജിറ്റേഷൻ, അതായത് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനൊന്നും പണ്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട്. ആ സ്ട്രഗിൾസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്.
But the Samabandhi Bhojanam, which was held under the leadership of Ayya Vaikunta Swami Samatva Samajam. അപ്പോൾ സമബന്ധി ഭോജനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജത്തിലൂടെയായിരുന്നു. അതേപോലെ തന്നെ ഇന്റർ ഡൈനിങ് മിശ്ര ഭോജനം, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അത് ഓർഗനൈസ് ചെയ്തത് ആരായിരുന്നു? കെ അയ്യപ്പനായിരുന്നു, ഈ ചെറായി എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഓക്കെ. Kerala experiences a moderate climate. Kerala gets 2 seasonal rainfall. Which are they? What are their features? We experience many problems during summer. What are they? ഇനി നമ്മൾ കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് പറയാം. നമുക്ക് കേരളത്തിൽ 2 സീസൺ ആണുള്ളത്. അത് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സും എഴുതാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സമ്മറിൽ അനുഭവപ്പെടുന്നുണ്ട്. അതെന്താണെന്നോ ആണ് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ സീസണിനെ കുറിച്ച് പറയുന്നത് നമുക്ക് 2 സീസണാണുള്ളത്. ഒന്ന് ഇടവപ്പാതി, ഒന്നിൻ്റെ പേരെന്താണ്? ഇടവപ്പാതി. അതേപോലെ തന്നെ തുലാവർഷം. ഇടവപ്പാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കേരള റിസീവ്സ് ദ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഡ്യൂറിങ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ വിച്ച് ബിഗിൻ സിൻസ് ജൂൺ. സാധാരണയായിട്ട് നമുക്ക് സ്കൂളൊക്കെ തുറക്കുന്ന സമയം നല്ല മഴയ്ക്ക്, ആ മഴയെ നമ്മൾ പറയുന്ന ഇടവപ്പാതി എന്നാണ്. ഈ സമയത്താണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതലും മഴ ലഭിക്കുന്ന ഒരു സീസണാണ് ഇടവപ്പാതി, സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇറ്റ് ഈസ് നോൺ ആസ് ഇടവപ്പാതി ഓർ കാലവർഷം എന്ന് പറയും. അല്ലേ? നമ്മൾ പത്രത്തിലൊക്കെ കാലവർഷം തുടങ്ങി, കാലവർഷക്കെടുതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ എപ്പോഴും ഹെഡ്ലൈൻസ് കാണാറുണ്ട്. അപ്പോൾ അതെന്താണ്? ജൂണിൽ തുടങ്ങുന്ന മഴയാണ്, അതിന് പറയുന്ന ഇടവപ്പാതിയാണ്. കാലവർഷമുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂണും ഉണ്ട്. ഇനി അടുത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അതിനെ പറയുന്ന പേരാണ് തുലാവർഷം. രണ്ടാമത്തേൻ്റെ പേരെന്താണ്? തുലാവർഷമാണ്. അത് നോർത്ത് ഈസ്റ്റ് മൺസൂണാണ്. ഇറ്റ് ഈസ് നോൺ ആസ് തുലാവർഷം. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഒക്ടോബർ നവംബർ ഡിസംബർ മന്ത്സ്. അപ്പോൾ സാധാരണയായിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മന്തിലാണ് എന്തുണ്ടാവുക? തുലാവർഷം ഉണ്ടാകാറുണ്ട്. ഈവനിങ് ഷവേഴ്സ് അക്കമ്പനീഡ് ബൈ തണ്ടർ ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് തുലാവർഷം. അപ്പോൾ തുലാവർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലുള്ള മഴ, ഈവനിങ് ഷവേഴ്സ്, പിന്നെ കൂടെ ആരുണ്ടാവും? ബൈ തണ്ടർ, നല്ല ഇടിയും മിന്നലൊക്കെ ആയിട്ട് വരികയാണ് തുലാവർഷം. അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്തത് വി എക്സ്പീരിയൻസ് മെനി പ്രോബ്ലംസ് ഡ്യൂറിങ് സമ്മർ. സമ്മറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഡിക്രീസ് ഇൻ ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ്. എന്താണ്? സമ്മറിലായാൽ നമുക്കറിയാം നദികളിലൊക്കെ ജലത്തിൻ്റെ നിരപ്പ് കുറയും. സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ബിക്കംസ് അക്യൂട്ട്. കുടിവെള്ള പ്രശ്നം രൂക്ഷമാവും. ലെസ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കുറയും. വാട്ടർ പൊല്യൂഷൻ ഇൻക്രീസസ്. വെള്ളം മലിനീകരണപ്പെടുത്ത കൂടും. ഇൻക്രെഡിബിൾ ഹീറ്റ്, സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. വാട്ടർ ലെവൽ ഇൻ ഡാം ഡിക്രീസ്, ഡാമിലുള്ള വാട്ടർ ലെവലൊക്കെ നിരപ്പ് താഴും. ഓക്കെ. അപ്പോൾ ഡിക്രീസ് ഇൻ ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ്, സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ബിക്കംസ് അക്യൂട്ട്, ലെസ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വാട്ടർ പൊല്യൂഷൻ ഇൻക്രീസസ്, ഇൻക്രെഡിബിൾ ഹീറ്റ് അറ്റ് ദ അറ്റ്മോസ്ഫിയർ, വാട്ടർ ലെവൽ ഇൻ ഡാം ഡിക്രീസ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മറിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് സോളാർ സിസ്റ്റം. നെയിം ദ ഗാലക്സി ഇൻ വിച്ച് സോളാർ സിസ്റ്റം ഈസ് ഇൻക്ലൂഡഡ്. അപ്പോൾ എന്താണ് സോളാർ സിസ്റ്റം? നമ്മൾ സണ്ണിനെ നേരത്തെ പറ്റി പറഞ്ഞു, സണ്ണിൻ്റെ പെക്യുലാരിറ്റീസ് പറഞ്ഞു, അതേപോലെ തന്നെ പ്ലാനറ്റ്സിനൊക്കെ നമ്മളെ പറ്റി പറഞ്ഞില്ലേ. അപ്പോൾ ഇത് എന്താണ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സോളാർ സിസ്റ്റം ഇൻക്ലൂഡ്, ഈ സോളാർ സിസ്റ്റത്തിലാണ് ഇതെല്ലാം ഉള്ളത്. അതെന്തൊക്കെയാണ്? സണ്ണുണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, റിവോൾവിങ് അറൗണ്ട് ദ സൺ, ദെയർ സാറ്റലൈറ്റ്, ഈ പ്ലാനറ്റ്സിൻ്റെ സാറ്റലൈറ്റ് ഉണ്ട്, ആസ്റ്ററോയിഡ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, ഡോർഫ് പ്ലാനറ്റ്സ്, ഇങ്ങനെ പലവിധ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നെയിം ദ ഗാലക്സി ഇൻ വിച്ച് സോളാർ സിസ്റ്റം ഈസ് ഇൻക്ലൂഡ്. ഈ സോളാർ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്ത ഒരു ഗാലക്സി ഉണ്ട്, ആ ഗാലക്സിക്ക് ഒരു പേരുണ്ട്. അതെന്താണ്? മിൽക്കി വേ. എന്താണ്? മിൽക്കി വേ. ഓക്കെ. ഇനി നമുക്ക് ആസ്ട്രോയിഡ്സിനെ കുറിച്ചും കോമറ്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയാലോ. നമ്മൾ പ്ലാനറ്റ്സിനെ കുറിച്ചും സണ്ണിനെ കുറിച്ചൊക്കെ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇനി ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദ റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദ സൺ ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആർ ദ ആസ്ട്രോയിഡ്സ്. അതായത് മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന, അതായത് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കുറച്ച് റോക്ക് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് ആസ്ട്രോയിഡ്സ് എന്ന് പറയാം. കോമറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദേ ആർ ലംപ്സ് ഓഫ് കോസ്മിക് ഡസ്റ്റ് ആൻഡ് സ്നോ പാർട്ടിക്കിൾസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ സൺസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. അപ്പോൾ കോമറ്റ്സും ആസ്റ്ററോയിഡ്സും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് വാട്ട് എൻവയോൺമെൻറ്റ് ആക്ഷൻ ക്യാൻ യു ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പ്ലാനറ്റ്സിനെ പറ്റി പറയുന്നത് പോലെ ഡെമോക്രസിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്.
ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക, പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ വനനശീകരണം തടയുക, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതേപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കൂട്ടുക. ഇതൊക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോ കാണുക, നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ അല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ 5ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതേപോലെ തന്നെ നിങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും ബെസ്റ്റിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.